18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. 5ാം ഘട്ടം കഴിഞ്ഞു നിന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടാകും എന്ന് പറയുന്ന വിശ്വസിക്കപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ മേൽക്കൈ അത് പ്രതീക്ഷിച്ചിരുന്നു തന്നെയാണ്. ആ മേൽക്കൈ തടഞ്ഞു നിർത്തി സീറ്റ് എണ്ണത്തിൽ പരാപരം കേവല ഭൂരിപക്ഷത്തിനോട് അടുത്ത് എത്താൻ ഇന്ത്യ മുന്നണിക്ക് സഹായകരമാകണമെങ്കിൽ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയും പശ്ചിമേന്ത്യയും കിഴക്കൻ ഇന്ത്യയും ഒക്കെ കൂടെ കനിയണം. വടക്കേ ഇന്ത്യയും മധ്യഭാരതവും മാത്രം വിചാരിക്കില്ല എന്ന് നമുക്കറിയാം. അത് BJPക്ക് ശക്തമായ മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയെങ്കിൽ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ വയ്ക്കുന്നു. ഈ 5 സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ വ്യത്യസ്തവുമാണ്. അവിടുത്തെ ബലാബലങ്ങൾ വ്യത്യസ്തമാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിലൊന്ന് കർണാടകയാണ്. കർണാടകത്തിൽ ആകെയുള്ള 28 സീറ്റിൽ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം നേടിയത് കേവലം 1 സീറ്റ് മാത്രമാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് ഭരണത്തിലാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ അവിടുത്തെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്കാണ്. BJPയും ജനതാദൾ സെക്യുലറും ചേർന്ന ഒരു മുന്നണിയാണ്. ഇവിടെ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വീണ് കിട്ടിയ ലൈംഗിക അപവാദ കേസ്, സെക്സ് വീഡിയോ ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അനേക സ്ത്രീകളെ അപമാനിച്ച പ്രജ്വൽ രേവണ്ണ ഒരു ബാധ്യതയാകുമോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്? ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വോട്ടിലേറി കോൺഗ്രസിന് മെച്ചമുണ്ടാക്കാനാവുമോ എന്നൊരു ചോദ്യമാണ്. സ്വാഭാവികമായി കോൺഗ്രസ് 28ൽ പകുതി സീറ്റുകളിലെങ്കിലും വിജയ പ്രതീക്ഷ ഇപ്രാവശ്യം വെച്ച് പുലർത്തുന്നു. അപ്പൊ 1ൽ നിന്നും ഒരു പക്ഷേ 14ലേക്ക് കടക്കാനാവുമെങ്കിൽ അത് വലിയ നേട്ടം തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ പ്രാവശ്യം ദക്ഷിണേന്ത്യയിൽ ആകെ നേടിയ 29 സീറ്റുകളിൽ 26 എണ്ണവും കർണാടകത്തിൽ നിന്നാണ് എന്ന് ഓർക്കണം. 25 സ്ഥാനാർത്ഥികളും 25 BJPക്കാരും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ചേർത്ത്. ഇപ്രാവശ്യം തീർച്ചയായും BJP പിന്നോട്ട് പോവുകയും കോൺഗ്രസിന് കുറച്ചൊക്കെ മുന്നോട്ട് വരികയും ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു സംസ്ഥാനം കോൺഗ്രസ് ഒരു റീജിയണൽ പാർട്ടിയായ BRSൽ നിന്നും പിടിച്ചെടുത്ത സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ 17 സീറ്റുകളുണ്ട്. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ 42 സീറ്റുകളിൽ 25 എണ്ണം ആന്ധ്രാപ്രദേശ് എന്ന രൂപത്തിലും 17 എണ്ണം തെലങ്കാന എന്ന രൂപത്തിലും ഉള്ളപ്പോൾ നിലവിൽ കോൺഗ്രസിനുള്ള 3 സീറ്റിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. BJPക്ക് ഇപ്പോൾ 4 സീറ്റാണുള്ളത്. അവിടുത്തെ BRS കഴിഞ്ഞാൽ സീറ്റ് എണ്ണത്തിൽ കൂടുതൽ ലോക്സഭയിൽ BJP ആണ്. BJPക്കും കോൺഗ്രസിനും ഒരുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തെലങ്കാനയിൽ കാണുന്നത്. കാരണം BRS അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. BRSന്റെ അണികൾ കോൺഗ്രസിനും BJPയിലുമായിട്ട് ചേരുകയാണ്. ഒരു പ്രാദേശിക കക്ഷി എന്ന നിലയിൽ BRSന്റെ അസ്തിത്വം തന്നെ പെട്ടെന്ന് നേർത്ത് ഇല്ലാതാകുന്ന ഒരു കാഴ്ച തെലങ്കാനയിൽ നിന്ന് കാണുമ്പോൾ കോൺഗ്രസും BJPയും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നു തെലങ്കാനയിൽ. അവിടെ ഒരു പക്ഷേ BJPയേക്കാൾ മെച്ചപ്പെട്ട എണ്ണം കിട്ടാനുള്ള സാധ്യത കോൺഗ്രസിന് തന്നെയാണ്. ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു ഭരണം നിർവഹിക്കുന്ന പ്രത്യേക അവസരത്തിൽ അത് സാധ്യവുമാണ്. ഇനിയുള്ള പ്രതീക്ഷ, കോൺഗ്രസിന്റെ പ്രതീക്ഷ, പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനമായ ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് 2ാമത്തെ വലിയ നമ്പർ MPമാരെ പ്രദാനം ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളാണുള്ളത്. UPയിലെ 80 സീറ്റുകൾ കഴിഞ്ഞാൽ 48 സീറ്റുള്ള മഹാരാഷ്ട്രയാണല്ലോ എണ്ണത്തിൽ കൂടുതൽ. ആ 48 സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയും 2 വിഘടിത പാർട്ടികൾ, ഒന്ന് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവും NCPയുടെ ശരത് പവാർ വിഭാഗവും കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഒരു മഹാവികാസ് അഗാദി മത്സരിക്കുന്നു. ഇവിടെ ഒരു പക്ഷേ ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 48ൽ 41 സീറ്റുകളും നേടിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ്. 43 സീറ്റുകളാണ്. മറ്റ് സീറ്റുകൾ നേടിയത് NCPയുടെ 3-4 സീറ്റുകളും കോൺഗ്രസിന്റെ 1 സീറ്റും ഒക്കെ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് നേടാനായത്. എന്നാൽ ഇപ്രാവശ്യം ശരത് പവാറിനോടും ഉദ്ധവ് താക്കറെയോടും അവരവരുടെ പാർട്ടികളെ പിളർത്തിയത് BJP ആണ് എന്ന രീതിയിൽ ഒരു നീരസമുണ്ട് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അതൊരു സഹതാപ തരംഗമായി മാറുകയാണെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന മത്സരിക്കുന്ന 20 സീറ്റുകളിൽ കാര്യമായ മത്സരമുണ്ടാകും. അതിൽ തന്നെ 5-6 സീറ്റുകൾ മറ്റേ ശിവസേനയുമായിട്ടുള്ള മത്സരത്തിലാണ്. മറ്റേ BJPയോടൊപ്പം നിൽക്കുന്ന ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയുമായുള്ള മത്സരങ്ങളാണ്. അവിടെ ചില സീറ്റുകളിലെങ്കിലും ശിവസേന പ്രതീക്ഷ വയ്ക്കുന്നു. ബാരാമതി ഉൾപ്പെടെയുള്ള ശരത് പവാറിന്റെ തട്ടകത്തിൽ
NCP മത്സരിക്കുന്നു. NCPയുടെ സുപ്രിയ സുളെ വിജയപ്രതീക്ഷയിലാണ്. അത് അജിത് പവാർ തന്റെ ഭാര്യയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് കഠിനമായ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു റീജിയണൽ മഹാരാഷ്ട്രയ്ക്കുള്ളിൽ തന്നെ പ്രാദേശികമായ പോരാട്ട ഭൂമികൾ നമ്മൾ കാണുന്നു. ഇവിടെ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ UPയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് മഹാരാഷ്ട്രയിൽ. ഇന്ത്യ മുന്നണി ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു സംസ്ഥാനം തീർച്ചയായും മഹാരാഷ്ട്രയാണ്. പകുതിയിലധികം സീറ്റുകൾ നേടുമെന്നൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. ഇത് ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് ആണ്. എന്നാൽ ഏറ്റവും വലിയ ബാറ്റിൽ നടക്കുന്നു എന്ന് കരുതുന്നത് ബീഹാറിലാണ്. 40% സീറ്റുകളുള്ള ബീഹാറിലാണ്. എക്കാലത്തും രാഷ്ട്രീയത്തിന്റെ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് കടന്നു വരുന്ന ബീഹാറിൽ നിന്നാണ്. മുൻപ് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ നേർവാഴ്ചയെ കടപുഴക്കി എറിഞ്ഞ ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് ബീഹാറിൽ നിന്നാണ് ഊർജം കൈവരിച്ചത്. അത് മാത്രമല്ല LK അദ്വാനിയുടെ രഥയാത്രയെ 90കളുടെ ആദ്യം തടഞ്ഞു നിർത്തിയത് ലാലു പ്രസാദ് യാദവാണ്. അതുകൊണ്ട് ഹൈന്ദവ രാഷ്ട്രീയത്തിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ കാറ്റുകൾ വീശുന്ന ഒരു സ്ഥലമാണ് ബീഹാർ. ബീഹാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് പ്രസക്തമാണ്. ദീർഘകാലം വലിയ രാഷ്ട്രീയ മെയ്വഴക്കത്തോടുകൂടി മുഖ്യമന്ത്രിയായി ഇപ്പോഴും ഇരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. BJP ഒരിക്കലും അവിടെ ഭരണത്തിലെത്തിയിട്ടില്ലല്ലോ, സഖ്യകക്ഷി മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ നിതീഷ് കുമാറും BJPയും ചേർന്ന സഖ്യത്തിന് എതിരെ ലാലു പ്രസാദ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് നയിക്കുന്ന RJDയും കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികൾ CPI ഒരു സീറ്റിൽ, CPM ഒരു സീറ്റിൽ, അതുപോലെ CPI-ML 3 സീറ്റിൽ മത്സരിക്കുന്ന അങ്ങനെയുള്ള ഇടത് കക്ഷികളും കോൺഗ്രസും RJDയും ചേർന്നാൽ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം ഏക സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത്. RJD വട്ടപൂജ്യത്തിൽ ഒതുങ്ങി. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കില്ല. RJDക്ക് ഏതാനും സീറ്റുകൾ ലഭിക്കാനും കോൺഗ്രസ് പാർട്ടിക്ക് RJDയുടെ കൂടെ സഹായത്തോടു കൂടി ഏതാനും വിരലെണ്ണാവുന്ന സീറ്റുകൾ ലഭിക്കാനുമുള്ള സാഹചര്യം ബീഹാറിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ബീഹാറിൽ ഇന്ത്യ മുന്നണി ചെറിയ തോതിൽ മുന്നോട്ട് പോകും. പകുതിയിലധികം സീറ്റുകൾ അവിടെ നേടുമെന്ന് മഹാരാഷ്ട്രയിലെ പോലെ അവിടെയും നേടുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സ്ഥിതി മെച്ചപ്പെടുത്താം എന്നാണ് പ്രതീക്ഷ. ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന സംസ്ഥാനം 42 സീറ്റുകളുള്ള ബംഗാളാണ്. കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണി വിഘടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും അവിടെ 42 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുകയാണ്. ഒരു രീതിയിലും ഇടതുപക്ഷവുമായും കോൺഗ്രസുമായും നീക്കുപോക്കുകൾ പറ്റില്ല എന്ന മമതയുടെ കടുംപിടുത്തം. അത് മാത്രമല്ല മമതയെ അംഗീകരിക്കില്ല എന്ന ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസ് നേതാവ് ബഹ്റാംപൂരിൽ മത്സരിക്കുന്ന അധീർ രഞ്ജൻ ചൗധരിയുടെയും കടുത്ത നിലപാട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പോക്കറ്റ് ബെറോ ആയ ഒരുപക്ഷെ മാൽഡ, മുർഷിദാബാദ്, അതുപോലെ ബഹ്റാംപൂർ മേഖലകളിൽ ഒരുപക്ഷെ 1-2 സീറ്റുകൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നേടാം. ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി അവർ ഒരുമിച്ചാണ്. ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ ഒരു സീറ്റോ വല്ലതും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ മമതാ ബാനർജിയുടെ പാർട്ടിയും BJPയും തമ്മിൽ കടുത്ത മത്സരത്തിലാണ്. ഇവിടെ സന്ദേശ് ഖാലി എന്ന വിഷയം മമതയെ ഒട്ടൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. അതിന് ബദലായി മറ്റൊരു വിഷയത്തിൽ ഗവർണറെ കൊടുക്കാനുള്ള ശ്രമം നടന്നു. അതെങ്ങനെയൊക്കെയാണ് അനുരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കടുത്ത പോരാട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 42-ൽ 18 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. BJP പ്രതീക്ഷ അർപ്പിക്കുന്നത് അത് 25-ലേക്കെങ്കിലും എത്തിക്കാനാവുമെന്നാണ്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 22 സീറ്റിൽ നിന്നും അവരും മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നല്ലേ സംഭവിക്കൂ. അതുകൊണ്ട് കടുത്ത പോരാട്ടവേദിയാണ് ബംഗാൾ. എന്റെ അഭിപ്രായത്തിൽ ബംഗാളിൽ ഒന്നുകിൽ തൽസ്ഥിതി തുടരുകയോ അല്ലെങ്കിൽ BJPക്ക് ലേശം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സംസാരിച്ച 5 സംസ്ഥാനങ്ങൾ, അതായത് കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ബീഹാർ ആൻഡ് ബംഗാൾ, ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷകളെ കുറിച്ചായിരുന്നു ഈ വീഡിയോ. ആ പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷകൾക്കൊന്നും സ്ഥാനമില്ല എങ്കിലും ബംഗാളിൽ ഒഴികെ മറ്റ് 4 ഇടങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP നേടുന്ന ഒരു വലിയ മുൻതൂക്കം മറികടക്കാൻ തക്ക നമ്പർ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാവില്ല. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഏതാണ്ട് മുഴുവൻ സീറ്റുകളും പൂർണ്ണമായി ലഭിച്ചാൽ പോലും
BJPക്ക് ലഭിക്കുന്ന മൃഗീയമായ ഒരു മുൻതൂക്കം മറികടക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് പരമാവധി ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാനാവുന്നത് കഴിഞ്ഞ പ്രാവശ്യം BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും നേടിയ സീറ്റുകളെക്കാൾ കുറച്ചെങ്കിലും കുറച്ചുകൊണ്ടുവരാനാവുമോ എന്ന ചിന്തയാണ്. ഒരു കാര്യം വ്യക്തമാണ്, 400 സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്കും ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നത് മാത്രം സമ്മതിക്കാം. പക്ഷേ അടുത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതല ഏറ്റെടുക്കും ഇപ്പോഴത്തെ നിലയിൽ. എന്നാൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള സാധ്യതയും മോദിയുടെ മുമ്പിലുണ്ട്. അതാണ് എന്റെ നിഗമനം.